നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. റൺമഴ ഉയർത്തിയ വമ്പൻ പോരാട്ടത്തിനും ആവേശം. ടൈകെട്ടിയ സൂപ്പർ ഓവറിനുമൊടുവിൽ അഫ്ഗാനിസ്ഥാനെ വീഴ്ത്തി തകർപ്പൻ ജയത്തോടെ പരമ്പര തൂത്തുവാരി ഇന്ത്യ. 212 റൺസ് പിന്തുടർന്ന റൺ ഫെസ്റ്റിനൊടുവിൽ സമനില. പിന്നാലെ 2 വട്ടം സൂപ്പർ ഓവറുകൾ. 1 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തിയ രവി ബിഷ്ണോയ് മാജിക്കിനും ഒടുവിലാണ് രോഹിത്തും സംഘവും എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടുന്ന ആ വിജയം സ്വന്തമാക്കിയത്. ചിന്നസ്വാമി സ്റ്റേഡിയം വേദിയായ സൂപ്പർ ത്രില്ലറിൽ മൂന്നാം T20യിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് സമനില പിടിച്ച അഫ്ഗാനിസ്ഥാൻ ആദ്യ സൂപ്പർ ഓവറിൽ 16 റൺസ് പിന്തുടർന്ന് തുല്യത പിടിച്ച ശേഷം രണ്ടാം സൂപ്പർ ഓവറിൽ 10 റണ്ണിന്റെ തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ എല്ലാ ആവേശവും നിറഞ്ഞ മത്സരത്തിൽ രണ്ടാം സൂപ്പർ ഓവറിൽ രവി ബിഷ്ണോയുടെ ബൗളിംഗ് മികവിൽ അഫ്ഗാനിസ്ഥാനെ കീഴടക്കി T20 പരമ്പര തൂത്തുവാരി. എക്കാലത്തെയും മികച്ച പ്രകടനത്തോടെ ഐതിഹാസിക പോരാട്ട വീര്യം കാട്ടിയ അഫ്ഗാനിസ്ഥാന്റെ മടക്കം തല ഉയർത്തി തന്നെയായിരുന്നു. ഇന്ത്യ ഉയർത്തിയ 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 6 വിക്കറ്റ് നഷ്ടത്തിൽ 212 റൺസിൽ ഒതുങ്ങിയതോടെയാണ് മത്സരം ആദ്യ സൂപ്പർ ഓവറിലേക്ക് നീണ്ടത്. 1 വിക്കറ്റ് നഷ്ടപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ നേടിയത് 16 റൺസ്. മറുപടിയായി ഇന്ത്യയുടെ സൂപ്പർ ഓവർ പോരാട്ടവും 16 റൺസിൽ ഒതുങ്ങിയതോടെ മത്സരം രണ്ടാം സൂപ്പർ ഓവറിലേക്ക്. രണ്ടാം സൂപ്പർ ഓവറിൽ ഇന്ത്യക്ക് നേടാനായത് 11 റൺസ് മാത്രം. 5 പന്തുകൾക്കുള്ളിൽ സൂപ്പർ ഓവറിലെ 2 വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമായി. എന്നാൽ 12 റൺസ് ലക്ഷ്യമിട്ട് ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാനിസ്ഥാന്റെ 2 വിക്കറ്റുകളും വെറും 3 പന്തുകൾക്കുള്ളിൽ വീഴ്ത്തി ബിഷ്ണോയ് ഇന്ത്യക്ക് ആവേശമായ വിജയം സമ്മാനിച്ചു. നേരത്തെ ടോസ് നേടിയിറങ്ങിയ ബാംഗ്ലൂരിൽ തുടക്കത്തിൽ 4-3 ഓവറിൽ 22-4 എന്ന നിലയിൽ പ്രതിരോധത്തിലായ ടീം ഇന്ത്യയെ 20 ഓവറിൽ 212-4 എന്ന പടുകൂറ്റൻ സ്കോറിലേക്ക് രോഹിത് ശർമ്മയുടെ സെഞ്ചുറി നയിച്ചു. ഉറച്ച പിന്തുണയുമായി റിങ്കു സിംഗിന്റെ 50യും കരുത്തായി മാറി. 64 പന്തിൽ രോഹിത് സെഞ്ചുറിയും 36 ബോളിൽ റിങ്കു അർദ്ധ സെഞ്ചുറിയും കണ്ടെത്തി. ഇരുവരും 5ാം വിക്കറ്റിൽ പുറത്താവാതെ 190 റൺസാണ് അടിച്ചു കൂട്ടിയെടുത്തത്. അവസാന ഓവറിൽ കരീം ജനാത്തിനെ 5 സിക്സും 1 ഫോറും സഹിതം 36 റൺസ് അടിച്ചെടുത്ത് ഇരുവരും അസലായി ഇന്നിംഗ്സ് ഫിനിഷ് ചെയ്യുകയായിരുന്നു. രോഹിത് ശർമ്മ 69 പന്തിൽ 121ഉം റിങ്കു സിംഗ് 39 പന്തിൽ 69 റൺസുമായി പുറത്താവാതെ നിന്നു. യശസ്വി ജയ്സ്വാൾ, ശിവം ദുബെ എന്നിവർ സ്കോറിൽ മടങ്ങിയപ്പോൾ വിരാട് കോഹ്ലിയും സഞ്ജു സാംസണും ഗോൾഡൻ ഡക്കായി. അന്താരാഷ്ട്ര T20യിൽ 5 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ രോഹിത് 69 പന്തിൽ നിന്നും 8 സിക്സും 11 ഫോറും അടക്കം 121 റൺസോടെയാണ് നിന്നത്. T20യിൽ രോഹിത്തിന് ഉയർന്ന സ്കോറാണിത്. 36 പന്തുകൾ നേരിട്ട റിങ്കു 6 സിക്സും 2 ഫോറും അടക്കം 69 റൺസ് അടിച്ചു. 5ാം വിക്കറ്റിൽ 190 റൺസാണ് ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത്. ഇതോടെ T20യിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൂട്ടുകെട്ടായി ഇവർ മാറുകയായിരുന്നു. 2022 ഡബ്ലിനിൽ അയർലൻഡ്സിനെതിരെ സഞ്ജു സാംസണും ദീപക് ഹുഡയും ചേർന്ന് 176 റൺസ് കൂട്ടുകെട്ടതോടെ 2ാം സ്ഥാനത്തേക്ക് മാറി. കരീം ജനാത്ത് എറിഞ്ഞ അവസാന ഓവറിൽ 36 റൺസാണ് ഇരുവരും ചേർന്നെടുത്തത്. ഇരുവരുടെയും ബാറ്റിംഗ് വെടിക്കെട്ടിൽ അവസാന 5 ഓവറിൽ 103 റൺസ് ഇന്ത്യൻ സ്കോറിലേക്ക് എത്തി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യൻ ബൗളർമാർ പ്രതീക്ഷിക്കാത്ത തുടക്കമാണ് അഫ്ഗാനിസ്ഥാൻ സ്വന്തമാക്കിയത്. യാതൊരു കൂസലുമില്ലാതെ കളിച്ച ഇബ്രാഹിം സർദാൻ, റഹ്മാനുള്ള ഗുർബാസ് സഖ്യം 10 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 85-0 എന്ന സ്കോറിലേക്ക് എത്തി. അർദ്ധ സെഞ്ചുറി തികച്ചതിന് പിന്നാലെ 11ാം ഓവറിലെ അവസാന പന്തിൽ ഗുർബാസിനെ മടക്കി കുൽദീപ് യാദവ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി. 41 പന്തിൽ 50 ഓവർ എടുത്ത സർദാനെ 1 ഓവറിന്റെ ഇടവേളയിൽ വാഷിംഗ്ടൺ സുന്ദറും മടക്കി. തൊട്ടടുത്തുള്ള ബോളിംഗ് അസ്മത്തുള്ള മെർസിയെയും പറഞ്ഞയച്ച വാഷിംഗ്ടൺ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി. വന്നപാടെ അടി തുടങ്ങി. ഗുർബാദിൻ നൈബും മുഹമ്മദ് നബിയും ക്രീസിൽ നിൽക്കെ അഫ്ഗാനിസ്ഥാൻ 15 ഓവറിൽ 145-3 എന്ന നിലയിലായിരുന്നു. ഇതിനുശേഷമുള്ള രവി ബിഷ്ണോയുടെ ഓവറിൽ 17 റൺസ് അടിച്ചെടുത്തെങ്കിലും 17ാം ഓവറിൽ വാഷിംഗ്ടൺ സുന്ദർ മുഹമ്മദ് നബിയ മടക്കി. തൊട്ടടുത്ത ഓവറിൽ കരീം ജനാത്തിനെ സഞ്ജു സാംസൺ നേരിട്ടുള്ള ത്രോയിൽ റൺഔട്ടാക്കി. നൈബിനൊപ്പം ഷറഫുദ്ദീൻ അഷ്റഫ് ക്രീസിൽ നിൽക്കെ അവസാന 2ാം ഓവറിൽ 36 റൺസ് എടുത്താണ് അഫ്ഗാനിസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത്. മുകേഷ് കുമാറിന്റെ അവസാന ഓവറിലെ 19 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ വിജയ പ്രതീക്ഷയിലായി ഇരുന്നെങ്കിലും അവസാന പന്തിൽ ഡബ്ലിംഗുമായി നെയ്ബ്സ് ത്രില്ലർ സമനിലയിൽ എത്തിക്കുകയായിരുന്നു. അവരുടെ വിജയ പ്രതീക്ഷയെ തകർത്തെറിഞ്ഞത് ഇന്ത്യൻ ക്രിക്കറ്റ് പോരാളികളും.